നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ 2-3 പവർ റാങ്കിങ് വീഡിയോകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ആർക്കാണ് കൂടുതൽ കിരീട സാധ്യത എന്നത് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ വിസ്ഡൻ്റെ പവർ റാങ്കിങ് ആണ് നമ്മൾ അവതരിപ്പിച്ചത്. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ബിഫോർ സൂപ്പർ 8 ഒരു പവർ റാങ്കിങ് അവതരിപ്പിച്ചിരുന്നു. അത് നമ്മുടെ പവർ റാങ്കിങ് തന്നെയായിരുന്നു. അതിൽ ഇന്ത്യ 1-ാം സ്ഥാനത്തെത്തും, കപ്പ് ഇന്ത്യ അടിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യ പിന്നെ സൗത്ത് ആഫ്രിക്കയോടൊക്കെ തോൽക്കുകയൊക്കെ ചെയ്തപ്പോൾ സാധ്യതകൾ മാറി മറിഞ്ഞു. സൂപ്പർ 8 ആദ്യ റൗണ്ടിന് ശേഷമുള്ള നമ്മുടെ പവർ റാങ്കിങ്ങിൽ വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു 1-ാം സ്ഥാനത്ത്. ഇപ്പോൾ സൂപ്പർ 8 ഒക്കെ കഴിഞ്ഞു നമ്മൾ സെമി ഫൈനലിലേക്ക് എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ പുതിയ പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ പവർ റാങ്കിങ് എന്ന് പറയുന്നത് അതത് ടീമുകളുടെ അപ്പോഴത്തെ പ്രകടനങ്ങളും മറ്റ് സാധ്യതകളും ഒക്കെ വിലയിരുത്തി അങ്ങ് അവതരിപ്പിക്കുന്നതാണ്. ഇതിങ്ങനെ തന്നെ കളിക്കളത്തിൽ നടന്നുകൊള്ളണമെന്നൊന്നുമില്ല. കളിയുടെ ഒരു ആവേശത്തിൽ കളിയെ നമ്മുടേതായ രൂപത്തിൽ വിലയിരുത്തിയിട്ട് അവതരിപ്പിക്കുന്നതാണ്. അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഇത് ഇരുമ്പുലക്കൊന്നുമല്ല. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ നീ ആ സ്ഥാനം കൊടുത്തവനെന്താ ഈ സ്ഥാനം ഇപ്പോൾ കൊടുത്തതെന്നൊന്നും ചോദിക്കേണ്ട. ഇത് ഇരുമ്പുലക്കയല്ല. അഭിപ്രായങ്ങൾ ഓരോ കളിക്കനുസരിച്ചൊക്കെ മാറും എന്നർത്ഥം. ഏതായാലും കളി പരിഗണിച്ചിട്ടാണ് ഇത് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും തമ്മിലാണ് ആദ്യ സെമി ഫൈനൽ മത്സരം. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ആ കളി ഈഡൻ ഗാർഡൻസിൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ 2-ാം സെമി ഫൈനൽ മത്സരം വാങ്കഡയിൽ നടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏത് ടീമിനാണ് കിരീട സാധ്യത, ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ആർക്ക്? നമ്മുടെ ഏറ്റവും പുതിയ പവർ റാങ്കിങ്ങിൽ 4-ാം സ്ഥാനം. ഈ 4-ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന സ്ഥാനമാണ്. കിരീട സാധ്യത ഏറ്റവും കുറഞ്ഞ ടീം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. 4-ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് ഇംഗ്ലണ്ടിനാണ്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഇംഗ്ലണ്ട് 4-ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഇപ്പോഴും അവർ 4-ാം സ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി, കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ നമ്മൾ ഏറ്റവും അവസാന സ്ഥാനം കൊടുത്ത പാകിസ്ഥാനും ശ്രീലങ്കയും സിംബാബ്വേയും വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ പുറത്തായത് വെസ്റ്റ് ഇൻഡീസാണ്. ഏതായാലും ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാന സ്ഥാനത്ത് കൊടുക്കുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെൻറ്റിൽ വിന്നിങ് അഗ്ലി എന്ന രൂപത്തിൽ വന്നൊരു ടീമാണ്. നമ്മളത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അത് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ നേപ്പാളിനോട് ഒന്ന് വിയർത്തിട്ടാണ് അവർ ജയിച്ചു കയറുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറ്റലിയോടും സ്കോട്ട്ലൻഡിനോടും അവർ കളിച്ചു. പക്ഷേ ഇറ്റലിയും സ്കോട്ട്ലൻഡും അവരുടേതായിട്ടുള്ള പ്രകടനങ്ങൾ നന്നായിട്ട് കളിച്ചിട്ടുമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ സൂപ്പർ 8 ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവർ മോശമല്ലാത്തൊരു പെർഫോമൻസ് തന്നെ നടത്തി എന്നുള്ളത് മറക്കുന്നില്ല. പക്ഷെ അപ്പോഴും വിജയിക്കാൻ ചില ഘട്ടങ്ങളിൽ അവർ ബുദ്ധിമുട്ടുന്ന കാഴ്ച കണ്ടു. ന്യൂസിലാൻഡിനോട് 3 പന്തുകൾ ബാക്കി നിൽക്കെയാണ് അവർ വിജയിച്ച് കയറിയത്. പാകിസ്ഥാനോട് ഹാരി ബ്രൂക്കിൻ്റെ കിടിലോൽക്കിടിലൻ പ്രകടനം. പക്ഷേ അവസാനം വെച്ച് കുറേ വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി 2 വിക്കറ്റിന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ജയിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും കൺവിൻസിങ് മാർജിനിലല്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയോട് വാങ്കഡയിൽ ഏറ്റുമുട്ടുമ്പോൾ അവർക്ക് എത്രത്തോളം ആധിപത്യം പുലർത്താൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെയാണ് ആ കളിയിൽ വലിയ സാധ്യതയുള്ളത്. ഇന്ത്യ ഫൈനലിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ കിരീട സാധ്യത വളരെ കുറഞ്ഞു കാണുന്നു. 4-ാം സ്ഥാനത്താണ് നമ്മൾ ഇംഗ്ലണ്ടിനെ കൊടുക്കുന്നത്. പക്ഷേ ഇംഗ്ലണ്ട് മികച്ച ടീമാണ്. അവരുടെ ബാറ്റിംഗ് പവർ പാക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേസമയം മികച്ച ബൗളിങ്ങും ഉണ്ട്. എന്നാൽ പോലും ഇന്ത്യയെ വെല്ലുവിളിക്കാനാവുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. പവർ റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്താണ് ന്യൂസിലാൻഡ് ഉള്ളത്. നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്തായിരുന്നു ന്യൂസിലാൻഡ്. പക്ഷേ ന്യൂസിലാൻഡ് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സൂപ്പർ 8 മത്സരങ്ങളിലൊക്കെ ഗംഭീരമായിട്ട് തന്നെ കളിച്ചു. അവരുടെ സ്പിൻ ബൗളർമാർ ശ്രീലങ്കയിലെ സാന്നിധ്യം മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പം ഇംഗ്ലണ്ടിനെതിരെ അവർ ശരിയാണ് തോറ്റു, 4 വിക്കറ്റിനും പരാജയപ്പെട്ടു. പക്ഷേ അതിന് മുമ്പുള്ള മത്സരങ്ങൾ ശ്രീലങ്കയ്ക്കെതിരെ അവർ 61 റൺസിൻ്റെ ഗംഭീര വിജയം നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പാകിസ്ഥാനെതിരെയുള്ള അവരുടെ മത്സരം മഴ പെയ്തു പോവുകയായിരുന്നു. ഏതായാലും ഇന്ത്യയിൽ ഈ വേൾഡ് കപ്പിന് മുമ്പ് പര്യടനം നടത്തിയ ടീമാണ്. അവർക്ക് ഈ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതവർ മുതലെടുക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എങ്കിലും സൗത്ത് ആഫ്രിക്കയോട് കടന്നുകൂടാനുള്ള സാധ്യത ഒരല്പം കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളവർക്ക് 3-ാം സ്ഥാനം കൊടുക്കുന്നത്. 2-ാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്കയാണ്. നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും 2-ാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്ക തന്നെയായിരുന്നു. ഗംഭീരമായിട്ടുള്ള പ്രകടനം ഈ ടൂർണമെൻറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമാണ്. ഇനിയിപ്പോൾ എന്തായിരിക്കും അവർക്ക് ചെയ്യാൻ കഴിയുക ഈഡൻ ഗാർഡൻസിൽ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിൽ നടന്ന 2023 ഏകദിന വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്നും അവർ സെമി ഫൈനലിൽ ഇതേ ഈഡൻ ഗാർഡൻസിലാണ് പരാജയപ്പെട്ടത്. ഇന്നിപ്പോൾ പക്ഷേ
ന്യൂസിലാൻഡിനെതിരെ അവർ വിജയിച്ച് കയറാനുള്ള നല്ല സാധ്യതയുണ്ട്. കഴിഞ്ഞ T20 വേൾഡ് കപ്പ് അവർക്ക് നഷ്ടമായത് ഇന്ത്യയോട് ഫൈനലിൽ തലനാരിഴക്ക് പരാജയപ്പെട്ടിടത്താണ്. ഇത്തവണ അതിന് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക എന്തായാലും ഗംഭീര ഫോമിലാണ്. ഗംഭീര പ്രകടനം നടത്തി അവർ ഫൈനലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ 2ാം സ്ഥാനത്താണ്. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് ഇന്ത്യ. നമ്മളിതിനു മുമ്പ് അവതരിപ്പിച്ച ഒരു പവർ റാങ്കിങ് ഒഴികെ ബാക്കി എല്ലാറ്റിലും ഇന്ത്യ തന്നെയാണ് 1ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സൂപ്പർ 8-ലെ ചില പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒറ്റ കളിയിലാണ്. അത് സൗത്ത് ആഫ്രിക്കയെ ഏൽപ്പിച്ച പ്രഹരമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് അതിശക്തമായിട്ട് തിരികെ വന്നു എന്ന് മാത്രമല്ല, ബാറ്റിംഗ് കോമ്പിനേഷനിലൊക്കെ മാറ്റം വരുത്തി. റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ ടോപ്പ് ഓർഡറിൽ ഉണ്ടാക്കി. മറ്റത് സ്ഥിരമായിട്ട് 3 ലെഫ്റ്റ് ഹാൻഡർമാർ ആദ്യം ബാറ്റ് ചെയ്യുന്നു, എതിരാളികൾ ഓഫ് സ്പിന്നർമാരെയും കൊണ്ടുവന്ന് പണി തരുന്നു. ഇതാണ് തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അതിനും മാറ്റമുണ്ടാകുന്നു. സഞ്ജു സാംസൺ വീണ്ടും ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റാൻ കെൽപ്പുള്ള താരങ്ങളുമുണ്ട്. പിന്നെ ബൗളിങ്ങിന് നമ്മുടെ വെറൈറ്റി നമ്മളെപ്പോഴും പറയുന്നതാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും. വരുൺ ചക്രവർത്തിയുടെ മിസ്റ്ററി സ്പിന്നും അതുപോലെ തന്നെ ജസ്പ്രീത് ബൂംറയുടെ മാരകമായിട്ടുള്ള പേസ് ബൗളിങ്ങും എല്ലാം കൂടി ചേരുമ്പോൾ ആധിപത്യം നമുക്കുണ്ട്. ബാറ്റിങ്ങും ബൗളിങ്ങും ഒക്കെ മികച്ചത് തന്നെയാണ്. ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 1-2 കളികളോടുകൂടി അതൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുക. നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത്തവണത്തെ കിരീടവും നമ്മുടെ ചുണക്കുട്ടികൾ തന്നെ സ്വന്തമാക്കുമെന്ന്. നമ്മുടെ പവർ റാങ്കിൽ 1ാം സ്ഥാനത്ത് ടീം ഇന്ത്യ. ഒരിക്കൽ കൂടി പവർ റാങ്കിങ് ഒന്ന് അവതരിപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അത് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കണം. 1 ടീം ഇന്ത്യ, 2 സൗത്ത് ആഫ്രിക്ക, 3 ന്യൂസിലാൻഡ്, 4 ഇംഗ്ലണ്ട്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.